ഹായ് ഹലോ ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ പാൻറ് സ്റ്റിച്ച് ചെയ്തെടുക്കലാണ്. ഇതുപോലൊരു അളവിൽ ഈ ഒരു പാൻറ്റിൻ്റെ അളവിൽ എങ്ങനെ ഒരു പാൻറ് സ്റ്റിച്ച് ചെയ്തെടുക്കുക എന്നുള്ളതാണ് കേട്ടോ. നമുക്ക് ആദ്യം അതിൻ്റെ മെഷർമെൻറ്റ് നോക്കി നോക്കാം. ഫുൾ ലെങ്ത്ത് നമുക്കിവിടെ 40.5 ഇഞ്ച് കിട്ടിയിട്ടുണ്ട്. ഫുൾ ലെങ്ത്ത് 40.5 ഇഞ്ച് എടുത്തിട്ടുണ്ട്. അത് ഞാനിവിടെ പോയിൻ്റ് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. ഇനി അളവ് തന്ന പാൻറ്റിൽ നിന്നും എങ്ങനെ നമുക്ക് അളവുകൾ കറക്റ്റായിട്ട് കണ്ടുപിടിക്കുക എന്നുള്ളത് മനസ്സിലാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ നോട്ട് ചെയ്ത് വെക്കുന്നത്. അതിനുശേഷം ഹിപ്പ് റൗണ്ട് അരഭാഗം ഇതുപോലെ വലിച്ചു പിടിക്കണം കേട്ടോ. എലാസ്റ്റിക് അല്ലേ, ഫുൾ വലിച്ചു പിടിക്കുക. അപ്പോൾ കിട്ടുന്ന 26 ഇഞ്ചാണ് നമ്മളെ ഹിപ്പ് റൗണ്ട് പറയണത്. അരഭാഗം കേട്ടോ, അരഭാഗത്തെ വീതി. ഈ പാൻറ്റിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ അരഭാഗത്തേക്ക് ഒരു ജോയിൻറ്റ് എക്സ്ട്രാ ഒരു പീസ് വെച്ചിട്ടുള്ളൊരു ടൈപ്പ് പാൻറ്റാണ് കേട്ടോ. അരഭാഗം 26 ഇഞ്ച് നമ്മൾ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പാൻറ്റിൻ്റെ അടിഭാഗം ബോട്ടം ഭാഗം ഇവിടെ കറക്റ്റ് 8.5 ഇഞ്ച് കിട്ടിയിട്ടുണ്ട്. അത് നമ്മളൊന്ന് നോട്ട് ചെയ്ത് വെക്കുകയാണ്. ബോട്ടം അടിഭാഗം 8.5 ഇഞ്ച് കാണാല്ലേ. ഇനി നമുക്ക് ക്രോച്ചാണ് എടുക്കാണ്ട് എന്ന് വെച്ചാൽ സെൻറ്റർ ഭാഗത്തെ പോയിൻ്റ് ഇതുപോലെ വെച്ച ശേഷം കറക്റ്റ് ചെയ്ത് വെച്ച ശേഷം ഏറ്റവും മുകളിൽ നിന്ന് ആ ഒരു ക്രോച്ച് ലെങ്ത്ത് എത്രയാണ് വരുന്നത് എന്നുള്ളത് കറക്റ്റായിട്ട് നോട്ട് ചെയ്ത് വെക്കുക. 16 ഇഞ്ചാണ് വരുന്നത്. അവിടെ നമ്മൾ പാൻറ്റിൽ മാർക്ക് ചെയ്യുമ്പോൾ ഈ ക്രോച്ച് ഒരുപാട് മാറ്റം വരുന്നുണ്ട് കേട്ടോ. അത് നല്ലവണ്ണം ശ്രദ്ധിക്കണേ. ഇപ്പം നമ്മൾ ക്രോച്ച് ഏരിയ സെൻറ്റർ ഭാഗം 16 ഇഞ്ചും പോയിൻ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഈ 4 അളവ് കറക്റ്റായിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നോക്കിക്കോളൂ കറക്റ്റായിട്ട് താഴെ ഭാഗമാണ് നമ്മൾ ഫസ്റ്റ് തുണിയിൽ മാർക്ക് ചെയ്യുക. അതുകൊണ്ട് നമ്മൾ ഫസ്റ്റ് താഴത്തെ അളവുകളാണ് എഴുതിയെടുക്കുന്നത്. ഡൗൺ പോർഷൻ താഴെ ഭാഗം കേട്ടോ. ലെങ്ത്ത് നമ്മളിവിടെ നോക്കിക്കോളൂ. ഫുൾ ലെങ്ത്ത് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട് 40.5 ഇഞ്ച്. എന്നാലും താഴത്തെ ലെങ്ത്ത് കണ്ടുപിടിക്കാണ്ട് നീളം. അതുപോലെ ബോട്ടം അടിഭാഗം നമുക്ക് കിട്ടിയിട്ടുണ്ട് 8.5 ഇഞ്ച് കിട്ടിയിട്ടുണ്ട് കേട്ടോ ബോട്ടം. അതുപോലെ ക്രോച്ച് ഏരിയ അടിഭാഗത്ത് മാറ്റം വരും. അതൊന്ന് നോക്കിക്കോളൂ മാർക്ക് ചെയ്യുമ്പോൾ കേട്ടോ. ഈ 3 അളവ് അതുപോലെ ക്രോച്ച് വീതിയും കൂടെ കൊടുക്കേണ്ട. ഈ ക്രോച്ച് ലെങ്ത്ത് അതുപോലെ എന്താ പറയുക, ആ ക്രോച്ച് ലെങ്ത്തും അതുപോലെ ക്രോച്ച് വിഡ്ത്തും തമ്മിൽ ഒരുപാട് മാറ്റം വരുന്നുണ്ട്. അത് നിങ്ങൾ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും കേട്ടോ. ഇനി നോക്കിക്കോളൂ അടിഭാഗം അതിൻ്റെ മുകൾ ഭാഗം, ആ ജോയിൻറ്റിൻ്റെ മുകൾ ഭാഗം നമ്മൾ ഒരിക്കലും എടുക്കാൻ പാടില്ല. കാണാല്ലേ താഴത്തെ ലെങ്ത്ത് നമുക്ക് 34 ഇഞ്ചാണ് കിട്ടിയിട്ടുള്ളത്. മാർക്ക് ചെയ്യേണ്ടത് ഇങ്ങനെയാണ് കേട്ടോ. താഴേക്ക് 34 ഇഞ്ച് നമ്മളിവിടെ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അടിഭാഗം മടക്കി അടിച്ച് കാണാണ്ടോ, നല്ല വീതിയിൽ മടക്കി അടിച്ചിട്ടുണ്ട്. ഒരു 2 ഇഞ്ചോളം എക്സ്ട്രാ നമ്മൾ എടുക്കേണ്ടി വരും. 1/2 ഇഞ്ച് മുകളിൽ നമ്മളെ ഹിപ്പിൻ്റെ ഭാഗം ജോയിൻ ചെയ്യാൻ. അങ്ങനെ 2.5 ഇഞ്ച് നമ്മളിവിടെ എടുക്കേണ്ടി വരും കേട്ടോ. കാണാല്ലേ 34 + 2.5 36.5 ഇഞ്ച് നമ്മൾ അടിഭാഗത്ത് നീളം എടുക്കേണ്ടി വരും. അതുപോലെ ബോട്ടം നമുക്കിവിടെ 8.5 ഇഞ്ചാണ് കിട്ടിയിട്ടുള്ളത്. ആ 8.5 ഇഞ്ചിൻ്റെ കൂടെ പ്ലസ് 2 ഇഞ്ച് കാണാല്ലേ, 2 ഇഞ്ച് നമ്മൾ അധികം കൊടുക്കണം. തയ്യൽ തുമ്പ് കാണാല്ലേ, ഈ ഒരു അളവ് തന്ന പാൻറ്റിന് തയ്യൽ തുമ്പ് കാണാണ്ടോ 2 ഇഞ്ചോളം വരുന്നുണ്ട്. ഇത് എനിക്ക് ഒരാൾക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനുള്ളതാണ് കേട്ടോ. അവരിതേപോലെ തന്നെ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അതേ മെഷർമെൻറ്റ് തന്നെ ഞാൻ കാണിച്ചു തരുന്നത്. അപ്പോൾ നമ്മൾ ഫുള്ളായിട്ട് 10.5 ഇഞ്ച് പോയിൻ്റ് ചെയ്ത് കൊടുക്കണം. ഇനി ക്രോച്ച് ഭാഗം സെൻറ്റർ ഭാഗം നോക്കിക്കോളൂ. ഇതാണ് ക്രോച്ച് അടിഭാഗം. മുകൾ ഭാഗം നമ്മൾ വേറൊരു പീസ് കൊടുത്തിട്ടുള്ള പാൻറ്റാണ് കേട്ടോ. 9.5 ഇഞ്ച് അടിഭാഗത്തേക്ക് ക്രോച്ചിൻ്റെ സെൻറ്റർ ഭാഗം 9.5 ഇഞ്ച് പ്ലസ് 2 ഇഞ്ച് കൂടി ആഡ് ചെയ്യണം. അപ്പോൾ കിട്ടുന്ന 11.5 ഇഞ്ച്. ആ 2 ഇഞ്ച് എന്താ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെ ബോട്ടം ക്രോച്ചും ജോയിൻറ്റ് വരുമ്പോൾ ആ 2 ഇഞ്ച് കറക്റ്റായിട്ട് പോകണം. അതിനാണ് കേട്ടോ. അത് മാർക്ക് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞു തരണ്ടേ. അതുപോലെ ക്രോച്ചിൻ്റെ അടിഭാഗത്ത് നമ്മളെ ഈ തൊടൻ്റെ ഒക്കെ ഒരു ഭാഗത്തെ വീതി അത് പ്രത്യേകം ശ്രദ്ധിക്കണം. എപ്പോഴും പാൻറ്റ് മാർക്ക് ചെയ്യണ പോലെ മാർക്ക് ചെയ്യാൻ ഒരിക്കലും പറ്റില്ല. അളവ് പാൻറ്റ് തരുമ്പോൾ മുകളിൽ 13.5 ഇഞ്ചാണെങ്കിൽ താഴത്ത് 17 ഇഞ്ച് വരുന്നുണ്ട്. നമ്മളെ ക്രോച്ച് ഏരിയൻ്റെ സെൻറ്റർ ഭാഗത്തെ എന്നുള്ള ഒരു വീതി തൊടഭാഗത്തേക്ക് വരുന്ന ഭാഗം എന്ന് പറയുന്നത് 17 ഇഞ്ച് വീതി വരുന്നുണ്ട്. അത് ഇവിടെ നോട്ട് ചെയ്തിട്ടുണ്ട്. ഇനി താഴെ വരുന്ന ഭാഗം മുകളിലെ ഭാഗങ്ങൾ നോക്കിക്കോളൂ കേട്ടോ. അപ്പോൾ നമ്മൾ താഴത്തെ ഭാഗങ്ങൾ കിട്ടിയിട്ടുണ്ട്. മുകളിലെ ഭാഗം നോക്കിക്കോളൂ. നമുക്ക് ഹിപ്പ് കാണാല്ലേ, ഹിപ്പ് റൗണ്ട് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട് 26 ഇഞ്ചാണ്
ഹിപ്പ് റൗണ്ട് 26 ഇഞ്ച്. ഈ 26 ഇഞ്ചിൻ്റെ പകുതി എത്രയാണ് വരുന്നത്? 13 പ്ലസ് 1 14 ഇഞ്ച് നമ്മൾ ഹിപ്പ് റൗണ്ട് പോയിൻ്റ് ചെയ്തെടുക്കണം. ഈ 13 വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ, കുറച്ചൊക്കെ ലൂസിലിടുന്ന പാൻറ്റല്ലേ. അതുപോലെ ഹിപ്പ് ലെങ്ത്ത്, അതുപോലെ ക്രോച്ച് ഏരിയ എന്ന് പറഞ്ഞാൽ ഈ 2 പോർഷനും ഒന്നായിട്ടാണ് കണക്കാക്കുക. നമ്മുടെ ക്രോച്ച് ഏരിയൻ്റെ പകുതിയാണ് മുകളിൽ വരുന്നത് 6.5 ഇഞ്ച്. അതുപോലെ ഹിപ്പ് ലെങ്ത്തും അത് തന്നെയാണ് വരുന്നത് പോയിൻ്റ് ചെയ്യേണ്ടത്. അതുപോലെ അതിൻ്റെ കൂടെ 2+1/2, 2 പറയുന്ന എലാസ്റ്റിക്കിൻ്റെ ഭാഗത്തും അരാന്ന് പറയുന്നത് ആ ഒരു ഇടയിൽ വരുന്ന പീസിന് ജോയിൻറ്റ് വരുന്നത് കൊടുക്കാനാണ് കേട്ടോ. അങ്ങനെ 9 ഇഞ്ച് വേണം നമ്മൾ മുകളിലെ പീസ് എടുക്കാൻ. ഇനി ഈ ഭാഗങ്ങൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ മാർക്ക് ചെയ്യുമ്പോൾ മാത്രമേ മനസ്സിലാവുള്ളൂ കേട്ടോ. ഞാൻ നോട്ട് ചെയ്യേണ്ടവർക്ക് നോട്ട് ചെയ്യാൻ ആലോചിച്ചിട്ടാണ് ഞാൻ ജസ്റ്റ് ഒന്ന് അത് മാർക്ക് ചെയ്യുന്നത് കറക്റ്റായിട്ട് കാണിച്ചു തന്നത്. ഇത് ബാക്ക് സൈഡ്, മറ്റേ ഫ്രണ്ട് സൈഡ്. ഇനി നമ്മളിതാ പാൻറ്റിൻ്റെ പീസ്, ഇത് ചുരിദാർ ബിറ്റിൻ്റെ പാൻറ്റാണ് കേട്ടോ. നമ്മളിതാ സെൻറ്റർ ഭാഗം കറക്റ്റായിട്ട് മടക്കി കൊടുക്കുകയാണ്, കാണാമല്ലേ? ഇതുപോലെ കറക്റ്റായിട്ട് മടക്കി കൊടുക്കണം കേട്ടോ. ഇതുപോലെ മടക്കി കൊടുത്ത ശേഷം അതിൻ്റെ സെൻറ്റർ ഭാഗത ഇതുപോലെ മടക്കി കൊടുക്കുക. കറക്റ്റായിട്ട് സെൻറ്റർ ഭാഗം. വീഡിയോ ഒരുപാട് ലോങ്ങാണ്, ഫുള്ളായിട്ട് മനസ്സിലായിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് കേട്ടോ ഞാൻ ഫുള്ളായിട്ട് ഇട്ടിട്ടുള്ളത്. ഇത് ആ ഒരു സൈഡ് നമുക്ക് 4 പീസ് കിട്ടിയിട്ടുണ്ട്. ഈ സൈഡിൽ നമുക്ക് ഫോൾഡാണ്, കാണാമല്ലേ? ഇതുപോലെ വെച്ച ശേഷം ഇനി നമുക്ക് മാർക്ക് ചെയ്യാം. മാർക്ക് ചെയ്യുമ്പോൾ വീണ്ടും ആ പാൻറ്റ് എടുത്ത് കാണിക്കുന്നുണ്ട് കേട്ടോ, കാരണം അത് ഫസ്റ്റ് ടൈം അറിയാത്തവർക്ക് കറക്റ്റ് മനസ്സിലായിക്കോട്ടെ കരുതിയിട്ടാണ്. താഴെ ഭാഗമാണ് നമ്മളിപ്പോൾ പോയിൻ്റ് ചെയ്യണത്. ഇവിടെ 34 ഇഞ്ച്, ബോട്ടം 8.5 ഇഞ്ച്, അതുപോലെ ക്രോച്ച് ഏരിയ നമുക്ക് 9.5 ഇഞ്ച്. അത് പ്രത്യേകം നോട്ട് ചെയ്യണം കേട്ടോ. ഇനി നമ്മളിതാ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. നമുക്ക് ഫുൾ ഇറക്കം 34 ഇഞ്ചാണ് വേണ്ടത്. അതിൽ ഇതാ 1/2 ഇഞ്ച് ഇവിടെ കളഞ്ഞിട്ടുണ്ട്. അതിന് ശേഷം 34 ഇഞ്ച് പോയിൻ്റ് ചെയ്ത് കൊടുക്കുകയാണ്. പ്ലസ് 2 ഇഞ്ച് കൂടി ആഡ് ചെയ്തിട്ട് താഴത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ, കാണാമല്ലേ? അതിന് ശേഷം നമ്മൾ ബോട്ടം സൈഡ് അടിഭാഗത്ത് കേട്ടോ, പാൻറ്റിൻ്റെ അടിഭാഗം നമുക്ക് എത്ര കിട്ടിയിട്ടുള്ളത്? 8.5 പ്ലസ് തയ്യൽ തുമ്പ് 2 ഇഞ്ചാണ്. 8.5 ഇഞ്ച് പോയിൻ്റ് ചെയ്ത് കൊടുക്കുക, പ്ലസ് 2 ഇഞ്ച്. ഇതുപോലെ 8.5 പ്ലസ് 2 ഇഞ്ച് പോയിൻ്റ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അതിനുശേഷം അതിലോട്ട് സ്ട്രെയിറ്റ് ആയിട്ട് നമ്മൾ വരച്ചു കൊടുക്കുക, കാണാമല്ലേ? ഇതുപോലെ വരച്ചു കൊടുക്കുക. അതിനുശേഷം വീഡിയോ കുറച്ച് സ്പീഡ് കൂട്ടിയിട്ടടക്കം വീഡിയോ കുറച്ച് ലോങ് ആണ് കേട്ടോ. ഇതുപോലെ വെച്ച ശേഷം നമ്മുടെ ക്രോച്ച് ഏരിയൻ്റെ ലാസ്റ്റ് വരുന്ന ഭാഗം നോക്കി നോക്കുക, 17 ഇഞ്ചാണ്. അത് നമ്മൾ അളവെടുക്കുമ്പോൾ അത്രയും കറക്റ്റായിട്ട് വെക്കണേ. വീണ്ടും പറയണം, അതിൻ്റെ മുകൾ ഭാഗം നമുക്ക് 13 ഇഞ്ചും അതുപോലെ താഴ്ഭാഗം 17 ഇഞ്ചാണ്. അതെപ്പോഴും നോട്ട് ചെയ്യണം. അത് മനസ്സിലാൻ വേണ്ടിയിട്ടാണ് വീണ്ടും അടുത്ത് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ പോയിൻ്റ് ചെയ്യേണ്ടത് 17 ഇഞ്ച് അല്ല കേട്ടോ, അതെപ്പോഴും ശ്രദ്ധിക്കണം. ഒരിക്കലും ഇവിടെ 17 ഇഞ്ചല്ല നമ്മൾ മാർക്ക് ചെയ്യേണ്ടത്. ആ ഒരു 13 ഇഞ്ച് എത്രയാണോ, 13 പ്ലസ് 1 14 13.5 എത്രയാണോ ആ ഹിപ്പ് വരുന്നത്, അത് നമ്മൾ കറക്റ്റായിട്ട് പോയിൻ്റ് ചെയ്ത് കൊടുക്കുക. ഏറ്റവും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഭാഗം ഈ 9.5 ഇഞ്ച്, ക്രോച്ച് ഏരിയൻ്റെ 9.5 ഇഞ്ച് ഇതുപോലെ നോട്ട് ചെയ്ത് കൊടുക്കണം. അതിനുശേഷമാണ് ആ 17 ഇഞ്ച് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്, കാണാമല്ലേ? കറക്റ്റ് 17 ഇഞ്ച്. ആ 17 ഇഞ്ചിലോട്ടാണ് നമ്മൾ ക്രോച്ച് ഏരിയൻ്റെ ആ റൗണ്ട് ഷേപ്പ് പോവേണ്ടത്. ഇതുപോലെ റൗണ്ട് ഷേപ്പ് പോവേണ്ടത്, കാണാമല്ലേ? ഇതുപോലെ റൗണ്ട് ഷേപ്പിൽ എടുക്കുക. അതിനുശേഷം നമ്മൾ 2 ഇഞ്ച് എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ മനസ്സിലായില്ലേ? 2 ഇഞ്ച് ബോട്ടം, ക്രോച്ച് ഏരിയ 2 ഇഞ്ച് എന്തിനാണ് എടുത്തിട്ടുള്ളത് എന്നുള്ളത്. ഇനി കറക്റ്റ് വക്കിന് ഇതുപോലെ പോയിൻ്റ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം 2 ഇഞ്ച് ഇതുപോലെ കറക്റ്റായിട്ട് ഷേപ്പ് ഇട്ട് കൊടുക്കുക. ഇപ്പം നമ്മളെ താഴെ ഭാഗം പോയിൻ്റ് ചെയ്യൽ കഴിഞ്ഞിട്ടുണ്ട്. ഇനി അത് കറക്റ്റാണോ മനസ്സിലാവാതെ ഇതുപോലെ മടക്കി കൊടുത്ത ശേഷം ഒന്ന് വെച്ച് കൊടുക്കുക. ഈ മുകളിലത്തെ പീസിന് അത് അതിൽ ആഡ് ചെയ്തിട്ടില്ല കേട്ടോ, കാരണം അതിൻ്റെ അടിഭാഗത്ത് നിന്നാണ് നമ്മൾ കറക്റ്റ് അളവ് നോക്കുന്നത്, കാണാമല്ലേ? കറക്റ്റാണ്. എക്സ്ട്രാ വരുന്നത് തയ്യൽ തുമ്പാണ് 2 ഇഞ്ച് വരുന്നത് കേട്ടോ. ഇപ്പോൾ നമ്മളെ അടിയിലത്തെ പീസ് മാർക്കിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് മോൾ പീസാണ് കേട്ടോ മാർക്ക് ചെയ്തെടുക്കാനുള്ളത്. ആ മോൾ പീസ് എക്സ്ട്രാ വരുന്ന ഭാഗത്ത് നിന്ന് വേണം കണ്ടുപിടിക്കാൻ. ഇവിടെ നമ്മളെ ഹിപ്പ് റൗണ്ട് കാണാമല്ലേ? 26 ഇഞ്ച് കിട്ടിയിട്ടുണ്ട്. 26 ഇഞ്ച് ഹിപ്പ് റൗണ്ട് കിട്ടിയിട്ടുണ്ട്. ഇവിടെ കറക്റ്റ് 26 ഇഞ്ചിൻ്റെ പാതി 13 പ്ലസ് 1 14 ഇഞ്ച് നമ്മളിവിടെ പോയിൻ്റ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. 14 ഇഞ്ച് പോയിൻ്റ് ചെയ്ത് കൊടുക്കണം.
അടിഭാഗത്തേക്ക് എത്ര ഇഞ്ചാണ്? 6.5 പ്ലസ് 2.5 ഈക്വൽ ടു 9 ഇഞ്ച്. ഈ 2.5 ഇഞ്ച് പറഞ്ഞാൽ എലാസ്റ്റിക്കിൻ്റെ പോർഷൻ അടിഭാഗത്തെ തയ്യൽ തുമ്പാണ് കേട്ടോ. 9 ഇഞ്ച് ഇതുപോലെ പോയിൻ്റ് ചെയ്ത് കൊടുക്കുകയാണ്. 9 ഇഞ്ച് ഇതുപോലെ നമുക്ക് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടോ നോക്കി വെക്കണം. ഇല്ലാന്നുണ്ടെങ്കിലോ തയ്യൽ തുമ്പ് പാൻറ്റിൻ്റെ 2 ഇഞ്ചിൻ്റെ തയ്യൽ തുമ്പ് നമ്മൾ എന്ത് ചെയ്യണം? 1 ഇഞ്ചിലോട്ട് മാറ്റി കൊടുക്കേണ്ടി വരും കേട്ടോ. ഇവിടെ എനിക്ക് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്. ഇപ്പം നമുക്ക് പാൻറ്റിൻ്റെ ഭാഗവും കിട്ടിയിട്ടുണ്ട്, അടിഭാഗത്തെ പീസും കിട്ടിയിട്ടുണ്ട്, അല്ല മുകൾ ഭാഗത്തെ പാൻറ്റിൻ്റെ പീസും കിട്ടിയിട്ടുണ്ട്. ആ ഒരു കോൺ ഭാഗം കട്ട് ചെയ്യുന്നത് ശ്രദ്ധിച്ചോളൂ. പാൻറ്റിൻ്റെ സെൻറ്റർ ഭാഗമാണ് ഞാൻ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അതിന് ശേഷം ക്രോച്ച് ഏരിയ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുകയാണ്. ഫുള്ളായിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം ആ ക്രോച്ച് ഏരിയൻ്റെ ഭാഗം സെൻറ്റർ ഭാഗം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അത് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ കറക്റ്റ് അതാണ് 2 ഇഞ്ച് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കട്ട് ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പം നമ്മൾ കട്ട് ചെയ്യുന്നത് മുകളിലേക്ക് വരുന്ന എക്സ്ട്രാ വരുന്നൊരു ബാൻഡ് ഒരു പീസാണ് കേട്ടോ. അത് പാൻറ്റിൻ്റെ മുകളിൽ എക്സ്ട്രാ വരുന്ന ഇതുപോലെയാണ് കട്ടിങ് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക. സ്റ്റിച്ചിങ് കുറച്ച് ഫാസ്റ്റായിട്ടാണ് പോകുന്നുണ്ട്. പാൻറ്റ് ഒരുപാട് വീഡിയോയിലും കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അടിഭാഗമാണ് നമ്മൾ ഫസ്റ്റ് മടക്കി അടിക്കണത്. അത് ഫസ്റ്റ് ടൈം ചെയ്യുന്നവർ ആ 2 ഇഞ്ച് വരച്ച ശേഷം അതുപോലെ അടിഭാഗം സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ. ഞാൻ അതുപോലെ 2 പാൻറ്റ് കാല് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം അതുപോലെ മടക്കി വെച്ച ശേഷം 8.5 ഇഞ്ച് നമ്മൾ പോയിൻ്റ് ചെയ്ത് കൊടുക്കുക. 8.5 ഇഞ്ച് പോയിൻ്റ് ചെയ്ത ശേഷം ഇതുപോലെ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഫുള്ളായിട്ട് ഒരു സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. ആ കോൺ ഷേപ്പ് മാർക്ക് ചെയ്ത് എന്തിനാണെന്നുള്ളത് ഇപ്പം മനസ്സിലായിട്ടുണ്ടാവും. ഇതുപോലെ കാണാമല്ലേ, 2 സ്റ്റിച്ച് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ താഴെ ഭാഗം ഞാൻ ജസ്റ്റ് നോട്ട് ചെയ്തിട്ടുണ്ട് 8.5 ഇഞ്ച്. ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടില്ല കേട്ടോ. ഞാനൊരു ഐഡിയ വെച്ചിട്ട് ആ 2 ഇഞ്ച് കണക്കാക്കിയിട്ട് അതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. നിങ്ങൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ 2 ഇഞ്ച് ശരിക്ക് വരച്ച ശേഷമാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. വീഡിയോ ഒരുപാട് ലോങ് ആണ്. ഇനി അതൊക്കെ കാണിക്കുമ്പോൾ ഒരുപാട് ഇതായിപ്പോവും. അതുകൊണ്ടാണ് ഞാൻ അതിൻ്റെ മുമ്പത്തെ വീഡിയോയിൽ പാൻറ്റ് എങ്ങനെ ഷേപ്പ് ചെയ്യാന്നുള്ളതൊക്കെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഡൗട്ട്സ് ഉള്ളവർ ആ വീഡിയോസ് ഒന്ന് കയറി കണ്ടാൽ മതിയാവും കേട്ടോ. ഇപ്പം നമ്മുടെ 2 കാല് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇതിൽ ഞാൻ പാൻറ്റിൻ്റെ ഫസ്റ്റ് ക്രോച്ച് ഏരിയ അല്ല കേട്ടോ ജോയിൻറ്റ് ചെയ്തിട്ടുള്ളത്, പാൻറ്റിൻ്റെ സൈഡാണ്, ഷേപ്പാണ് ഫസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതെന്തിനാണെന്നുള്ളതും ഞാൻ പറഞ്ഞു തരാം. ഇപ്പം നമ്മുടെ 2 കാല് കഴിഞ്ഞിട്ടാണ് ഞാൻ ഇതുപോലെ ക്രോച്ച് ഏരിയ ജോയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നത്. നല്ല ഭാഗം ഇതുപോലെ ക്രോച്ച് ഏരിയൻ്റെ നല്ല ഭാഗം വെച്ച് കൊടുക്കുക. അതിൻ്റെ മുകളിലോട്ട് മറ്റേ ഭാഗം നല്ല ഭാഗം ഒരുമിപ്പിച്ച് വെക്കുക. കാണാമല്ലേ, ക്രോച്ച് ഏരിയ നിവർത്തി വെക്കുക, അതിൻ്റെ നല്ല ഭാഗം. അതുപോലെ മറ്റേ പാൻറ്റിൻ്റെ ക്രോച്ച് ഏരിയ നല്ല ഭാഗത ഇതുപോലെ സെൻറ്റർ ഭാഗം ഒരുപോലെ വെച്ച് കൊടുക്കുക. കാണാമല്ലേ, അതിന് ശേഷം അവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ഇതുപോലെ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ക്രോച്ച് ഏരിയ അതിൻ്റെ സെൻറ്റർ ഭാഗം ഒപ്പാണോ എപ്പോഴും ശ്രദ്ധിക്കണം. കാണാമല്ലേ, ഞാൻ ജസ്റ്റ് ഒന്ന് ബ്രൈറ്റ്നസ് കൂട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഫുൾ ബ്ലാക്ക് ആയതുകൊണ്ട് ഒന്നും മനസ്സിലാവണില്ല. കാണാമല്ലേ, ക്രോച്ച് ഏരിയൻ്റെ ആ ഒരു ഭാഗം ഒന്ന് മടക്കി കൊടുക്കുക. ഒരുപാട് തയ്യൽ തുമ്പുണ്ട്, കാരണം അത് എന്നോട് ആൾ പറഞ്ഞതുകൊണ്ടാണ് അങ്ങനെ തയ്യൽ തുമ്പ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അടിഭാഗം മോൾ ഭാഗം ക്രോച്ച് ഏരിയൻ്റെ ഭാഗം നമ്മളൊന്ന് മടക്കി കൊടുത്തിട്ട് വേണം കേട്ടോ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. അതല്ലെങ്കിൽ അവിടെ ഒരു കൂട്ടി പിടിച്ച പോലെ ആവും. ഇതുപോലെ മടക്കി വെക്കണം, 2 സൈഡും മടക്കി കൊടുക്കണം കേട്ടോ. അതിനുശേഷം വീണ്ടും ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കുകയാണ്. സെൻറ്റർ ഭാഗം എത്തുമ്പോൾ 2-3 സ്റ്റിച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതുപോലെ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇപ്പോൾ കാണാണ്ടോ നമ്മളെ ക്രോച്ച് ഏരിയ കഴിഞ്ഞിട്ടുണ്ട്. നമ്മളോടൊരു കസ്റ്റമർ പാൻറ്റ് അടിക്കാൻ പറയുമ്പോൾ ഇതുപോലെ ഒരുപാട് തയ്യൽ തുമ്പ് പാൻറ്റിൻ്റെ കാലിലിട്ട് കൊടുക്കാൻ പറയാമെന്നുണ്ടെങ്കിൽ ഒരിക്കലും മറ്റേ ടൈപ്പ് സ്റ്റിച്ചിങ് ഒരിക്കലും നടക്കില്ല. കാരണം എന്താ വെച്ചാൽ അത് നമ്മുടെ സെൻറ്റർ ഭാഗത്ത് പിരിഞ്ഞ് കിടക്കും ഒരുപാട് തയ്യൽ തുമ്പ് വന്നാൽ. ഒരുപാട് തയ്യൽ തുമ്പ് ഇട്ട് അടിക്കാന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈപ്പ് മാത്രമേ സ്റ്റിച്ച് ചെയ്യാൻ പാടുള്ളൂ. അതല്ലാന്നുണ്ടെങ്കിൽ അത് ഒരുപാട് ബോറായിട്ട് പിരിഞ്ഞ് കിടക്കാൻ സാധ്യത ഉണ്ട്. അതാണ് എപ്പോഴും പറയൽ, തയ്യൽ തുമ്പ് തോന്നിടുന്ന കസ്റ്റമർ പറയുമ്പോൾ അതിൻ്റെ സ്റ്റിച്ചിങ്ങിൽ നമ്മൾ ഒരുപാട് മാറ്റങ്ങൾ വരുത്തേണ്ടി വരും കേട്ടോ. ഇനി 4 പീസ് നമുക്ക് മുകളിൽ പാൻറ്റിൻ്റെ മുകളിൽ കൊടുക്കാനുള്ള 4 പീസാണ് കേട്ടോ. അത് നല്ല ഭാഗം ഒരുമിപ്പിച്ച് വെച്ച ശേഷം അതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. കാണാമല്ലേ, ഇപ്പം നമ്മൾ 2 പീസ് ജോയിൻറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഈ ഒരു ഭാഗം നല്ല ഭാഗം ഒരുമിപ്പിച്ചിട്ടാണ് കേട്ടോ, ശ്രദ്ധിക്കണേ. ഇതുപോലെ ജോയിൻറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്.
ഇപ്പോൾ നമ്മളെ ഈ 2 പീസ് ജോയിൻറ്റിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അത് നിവർത്തി വെക്കുകയാണ് കേട്ടോ. കാണാമല്ലേ, നല്ല ഭാഗം ഇതുപോലെ ഒരുമിപ്പിച്ച് വെക്കുക, സെൻറ്റർ ഭാഗം ഒപ്പാക്കുക. അതിന് ശേഷം ഒന്ന് അളവെടുത്ത് നോക്കി വെക്കുക. നമുക്ക് ഒരു സൈഡ് 26ൻ്റെ പാതി 13 ഇഞ്ചാണ്, കറക്റ്റ് വക്കിനാണ് വരുന്നത്. അപ്പോൾ നമ്മളിത് അതുപോലെ തന്നെ വക്കിന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇതേപോലെ ഈ സൈഡും ഇപ്പോൾ നമ്മൾ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ആ മുകളിലോട്ട് കൊടുക്കാല്ലേ ആ ഒരു എക്സ്ട്രാ ബാൻഡ് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മളിത് ഇതുപോലെ വെച്ച ശേഷം തയ്യൽ തുമ്പ് ഒരു ഭാഗത്തേക്ക് മാറ്റി വെച്ച ശേഷം ഒരു മുകളിൽ എക്സ്ട്രാ മുകളിലൊരു സ്റ്റിച്ചിങ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. കാരണം അത് നല്ല ഫിനിഷിങ് കിട്ടാനും അതുപോലെ ഈ 2 സ്റ്റിച്ച് വേണം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. ഇത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടാണ്. വേണമെന്നുണ്ടെങ്കിൽ കൊടുക്കുക, വേണ്ടാന്നുണ്ടെങ്കിൽ കൊടുക്കും വേണ്ട. കാരണം ഞാൻ ഇത് ഒരാൾക്ക് കൊടുക്കാനുള്ളതാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് കാണിച്ച് തരും ചെയ്യാം. ആ കൂട്ടത്തിൽ എന്താ പറയുക, ആൾക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കലാവും ചെയ്തു എന്നുള്ള ലെവലിലേക്കാണ് കേട്ടോ ഞാൻ ഈ സ്റ്റിച്ചിങ് ഫുള്ളായിട്ട് കാണിക്കുന്നത്. ഇതുപോലെ മുകളിലടി ഇട്ട് കൊടുക്കുമ്പോൾ ആ പാൻറ്റിന് അതിൻ്റേതായിട്ടുള്ളൊരു നല്ലൊരു ഫിനിഷിങ് നമുക്ക് കിട്ടും. ഇപ്പോൾ നമ്മുടെ മുകളിലെ ബാൻഡ് സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് താഴത്തെ പാൻറ്റ് പീസും മുകളിലത്തെ പീസും തമ്മിൽ കറക്റ്റാണോ എന്നുള്ളത് നോക്കണം. ഇവിടെ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളിതാ ഇതുപോലെ മടക്കി വെച്ചിട്ട് എക്സ്ട്രാ വരുന്നതൊക്കെ ഒന്ന് ജസ്റ്റ് കട്ട് ചെയ്ത് കളയണം കേട്ടോ. കൂടുതലായിട്ട് കിടക്കണതൊക്കെ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കളയാം. ഇതുപോലെ കറക്റ്റാക്കിയിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഇനി കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ആയിച്ചിട്ട് വലിയ പ്രശ്നമൊന്നുമില്ല. അതിന് ശേഷം ബാൻഡ് ഒന്ന് തിരിച്ചിട്ട ശേഷം അതുപോലെ പാൻറ്റ് പീസും ഒന്ന് തിരിച്ചിട്ട ശേഷം കാണാമല്ലേ, ബാക്ക് സൈഡിലോട്ട് എപ്പോഴും പാൻറ്റ് ഇടണം കേട്ടോ. നമ്മൾ ഈ ഭാഗം ജോയിൻറ്റ് ചെയ്തെടുക്കുമ്പോൾ ഏതെങ്കിലും ഒരു സെൻറ്റർ ഭാഗം എടുത്തിട്ട് ഇതുപോലെ പാൻറ്റിൻ്റെ സെൻറ്റർ ഭാഗം വെച്ച് കൊടുക്കുക. കാണാമല്ലേ, മുകളിലത്തെ പീസാണ് കേട്ടോ അത് നമ്മളിതാ ഇതുപോലെ നല്ല ഭാഗം വെച്ച് കൊടുക്കുക. പാൻറ്റ് നമ്മളെപ്പോഴും ബാക്ക് സൈഡിലോട്ട് ഇട്ടിട്ട് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ കേട്ടോ. അതല്ലെങ്കിൽ നമ്മൾ പകുതി റൗണ്ട് അടിച്ച് കഴിഞ്ഞാൽ സ്റ്റിച്ചിങ് അഴിച്ചിട്ട് വീണ്ടും സ്റ്റിച്ച് ചെയ്യേണ്ടി വരും. ആ റൗണ്ട് ഫുള്ളായിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ പാൻറ്റിൻ്റെ ബാക്ക് സൈഡ് ഇട്ട് കൊടുക്കണം. ഇതുപോലെ നമ്മൾ സെൻറ്റർ ഭാഗം ഏതെങ്കിലും ഒരു സ്റ്റിച്ചുമക്ക് ഇട്ട് കൊടുത്ത ശേഷം പാൻറ്റിന് ആകെ 2 സെൻറ്റർ ഭാഗമേ വരുള്ളൂ. മറ്റോടത്ത് 4 ജോയിൻറ്റ് വരുന്നുണ്ടായിട്ട് ഏതെങ്കിലും ഒരു ജോയിൻറ്റിൽ ഇട്ട് കൊടുത്ത ശേഷം ഇതുപോലെ ഫുൾ റൗണ്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. കാണാമല്ലേ, നമ്മൾ ആ കട്ട് ചെയ്ത് കൊടുത്തതും ആ ഒരു സൈഡ് ജോയിൻറ്റ് ഒപ്പാണോ കറക്റ്റായിട്ട് നോക്കി വെക്കുക കേട്ടോ. അതിനുശേഷം അതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. കാണാമല്ലേ, നമ്മൾ ആ കട്ട് ചെയ്ത കോണും അടിഭാഗത്തെ ആ ജോയിൻറ്റും തമ്മിൽ കറക്റ്റാണോ എന്നുള്ളത് നോക്കി ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് ഫുള്ളായിട്ട് കറക്റ്റ് കിട്ടുന്നുണ്ടോ നോക്കുക. ഇനി കുറച്ച് പാൻറ്റിൻ്റെ തുണി കുറച്ച് കൂടുതലായിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ചെറിയൊരു നെറിവ് ഇട്ട് കൊടുക്കും ചെയ്യാം കേട്ടോ. അതെല്ലായിടത്തും കൊണ്ടു കൊടുക്കാൻ പാടില്ല. ഒന്നെങ്കിൽ പാൻറ്റിൻ്റെ ഫ്രണ്ടിലേക്ക് അതല്ലെങ്കിൽ ബാക്കിലേക്ക്. ഇപ്പം നമ്മുടെ ഫുൾ റൗണ്ട് സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട്. കാണാമല്ലേ, ഫുൾ റൗണ്ടായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിൽ ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. അതൊരു ഭംഗിയാണ്. കാണാമല്ലേ, ഇവിടെ ഒരു സ്റ്റിച്ച് വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാൻ ഞാൻ അതുപോലെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അതിൻ്റെ ക്രോച്ച് ഏരിയ കാണാമല്ലേ, കറക്റ്റാണോ നോക്കി നോക്കുക. കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ എലാസ്റ്റിക്കാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്തെടുക്കാനുള്ളത്. 6.5 ഇഞ്ച് പോയിൻ്റ് ചെയ്തിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എലാസ്റ്റിക് ഇനി സ്റ്റിച്ചിങ് അറിയാത്തവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് വരച്ച് കൊടുത്തിട്ട് വേണം എലാസ്റ്റിക് എടുക്കാൻ കേട്ടോ, മടക്കി അടിക്കാൻ. 14.5 ഇഞ്ചാണ് നമുക്ക് വേണ്ടത് ഒരു സൈഡ്. കാണാമല്ലേ, 14.5 ഇഞ്ച്. അപ്പോൾ 2 സൈഡ് 29 ഇഞ്ചാണ് വേണ്ടത്. അവിടെ പോയിൻ്റ് ചെയ്തിട്ട് കുറച്ച് തയ്യൽ തുമ്പ് ഇട്ടിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. അതിന് ശേഷം എലാസ്റ്റിക് ഒന്ന് നമ്മൾ ജോയിൻറ്റ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. എലാസ്റ്റിക് മാത്രമായിട്ടൊന്ന് ജോയിൻറ്റ് ചെയ്തെടുക്കുക. ഒരുപാട് ടൈപ്പ് ഞാൻ എലാസ്റ്റിക് ഫിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് വേറൊരു ടൈപ്പാണ് കേട്ടോ. ഇതുപോലെ വെച്ച ശേഷം കാണാമല്ലേ, എലാസ്റ്റിക് വെക്കുക. അതിൻ്റെ വക്കിനും ജസ്റ്റ് മടക്കി കൊടുക്കുക. എന്നിട്ട് എലാസ്റ്റിക്കും തിരിക്കുക. അപ്പോൾ കറക്റ്റ് ആ മാർക്ക് ചെയ്ത് അവിടെ തന്നെ കിട്ടും നമുക്ക്. കാണാമല്ലേ, ഇതുപോലെ ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഫുൾ റൗണ്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ. എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണ് നിങ്ങളെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് മാക്സിമം വീഡിയോ കാണാൻ ശ്രമിക്കുക. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉള്ളവരാണെങ്കിൽ മെസ്സേജ് വഴി അറിയിക്കുക. എനിക്കറിയാവുന്നതാണെങ്കിൽ ഉറപ്പായിട്ട് ഞാനത് നിങ്ങൾക്ക് ക്ലിയർ ചെയ്ത് തരുന്നതാണ് കേട്ടോ. ഇതുപോലെ ഫുൾ റൗണ്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഈ വീഡിയോയിൽ മനസ്സിലാവാൻ വേണ്ടിയിട്ട് അളവ് തന്ന പാൻറ്റിൽ നിന്ന് നമ്മളെങ്ങനെ അളവ് കണക്കാക്കുക എന്നുള്ളതും അതുപോലെ തന്നെ അത് കട്ട് ചെയ്യുമ്പോൾ ആ ഒരു പാൻറ്റ് ഏതൊക്കെ ഭാഗങ്ങൾ എങ്ങനെയൊക്കെ എന്നുള്ളതൊക്കെ
കറക്റ്റായിട്ട് കാണിച്ചിട്ടാണ് കേട്ടോ ഞാൻ വീഡിയോ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് വീഡിയോ ഒരുപാട് ലോങ് ആയി പോയത്. ഇതുപോലെ ഫുള്ള് എലാസ്റ്റിക് ഫുൾ റൗണ്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ലാസ്റ്റ് വരുന്ന പോർഷൻ അതുപോലെ വലിച്ചു പിടിച്ച ശേഷം ഫുള്ളായിട്ട് ഇത് നമ്മുടെ എലാസ്റ്റിക് സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട്. കാണാൻ നല്ല ഭംഗിയിൽ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇതാ ഫൂട്ടിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്ത ശേഷം നമ്മളൊന്ന് ഇതുപോലെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഇനി അതിന് ശേഷം നമ്മളിതിനൊരു മുകളിലൊരു സ്റ്റിച്ചും കൂടെ ഇട്ട് കൊടുക്കണം കേട്ടോ. ആ എലാസ്റ്റിക് അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും അതിൻ്റെ ഉള്ളിൽ കടന്നിട്ട് ചിലത് കാണാൻ എലാസ്റ്റിക് പിരിഞ്ഞ് കിടക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ അതില്ലാണ്ടിരിക്കാൻ വേണ്ടി പെർഫെക്റ്റായിട്ട് കിടക്കാൻ വേണ്ടി ഒരു സ്റ്റിച്ചും കൂടെ നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇപ്പോൾ ഏകദേശം നമ്മളെ പാൻറ്റിൻ്റെ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട്. കാണാമല്ലേ? ഇനി നമുക്ക് അളവാളൊക്കെ ഒന്ന് കറക്റ്റാണോ എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. ഇതുപോലെ നിവർത്തി വെക്കുക. കറക്റ്റായിട്ട് നിവർത്തി വെച്ച ശേഷം ലെങ്ത്ത് നീളം കറക്റ്റാണോ നോക്കി നോക്കുക. അളവ് നമ്മളതിൻ്റെ മുകളിലോട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക. ഇപ്പം നമുക്ക് ഇവിടെ നീളം കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. കാണാമല്ലേ? ഇതുപോലെ തന്നെ ഇനി ക്രോച്ച് ഏരിയ നോക്കിക്കോളൂ കേട്ടോ. ഇതുപോലെ വെച്ച ശേഷം ക്രോച്ച് ഏരിയൻ്റെ സൈഡോ നോക്കി നോക്കിക്കോളൂ. കറക്റ്റ് ലെങ്ത്ത് കിട്ടിയിട്ടുണ്ട്, വീതിയും കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നതിൻ്റെ വീതി ഇച്ചിരി കൂടിയാലും കുഴപ്പമില്ല, ഒരിക്കലും കമ്മി ആവരുത് കേട്ടോ. കമ്മി ആയിക്കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാവും. അരഭാഗം നോക്കിക്കോളൂ. കറക്റ്റായിട്ട് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ തന്നെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇനി ഇതിൽ എന്തെങ്കിലും മനസ്സിലാവാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ മെസ്സേജ് വഴി അറിയിക്കാം കേട്ടോ. ഞാൻ ചില ഭാഗങ്ങളൊക്കെ ഒരുപാട് സ്പീഡ് കൂട്ടിയിട്ടാണ് ചെയ്തിട്ടുള്ളത്. കാരണം എന്താ വെച്ചാൽ വീഡിയോ ഒരുപാട് ലോങ് ആയി കഴിഞ്ഞാൽ നമുക്കത് ഇന്ന് കാണുമ്പോൾ ഒരു ബോറായിട്ട് തോന്നും. അപ്പോൾ ഇതുപോലെ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. വീഡിയോ ലോങ് ആണെങ്കിലും ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വളരെ എളുപ്പത്തിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. ഡൗട്ട്സും കാര്യങ്ങളും മെസ്സേജ് വഴി അറിയിക്കുക. കറക്റ്റായിട്ട് നമുക്കിത് അതുപോലെ ഒരു പാൻറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കേ.